ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരു 90% CMA US പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസും പാതി വഴിയിൽ ഈ കോഴ്സ് ഇട്ടിട്ട് പോകുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അവരെന്താണ് അങ്ങനെ പിന്നിലോട്ട് വലിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ CMA US സെൽഫ് സ്റ്റഡിയിലൂടെ എങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് എന്നിട്ട് സബ്ജക്റ്റിലോട്ട് പോവാം. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ടല്ലേ. CMA US എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മളിലോട്ട് എത്തിച്ചത് തന്നെ ഈ പരസ്യങ്ങളാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒരുപാട് ഓഫേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ. അങ്ങനെ പലരും എന്ത് ചെയ്യുന്നു, ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരസ്യം കാണുന്നു, ഈ കോഴ്സിലോട്ട് വരുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഹൈബ്രിഡ് പഠിക്കുന്നവർ കുറേ പേരുണ്ട്. അതായത് വർക്ക് ചെയ്തുകൊണ്ട് ഇവർ അയക്കുന്ന എന്താ പറയുക, ഈ റെക്കോർഡഡ് ക്ലാസ് കണ്ടുകൊണ്ട് പഠിക്കുന്ന കുറേ പേരുണ്ട്. ലൈവായിട്ട് അവരുടെ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ഒരു 6-7 മാസം ട്രെയിനിങ് എടുക്കുന്ന കുറേ പേരുണ്ട്. ഈ രണ്ട് കൂട്ടുകാർക്കും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ സിലബസിനെ പറ്റി ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ബേസിക്കിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതൊക്കെ റിപ്പീറ്റേഷൻ ഉണ്ടെന്നിരിക്കാം. അതിനിടയിലായിരിക്കും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നും പറഞ്ഞൊക്കെ പോകുന്നത്. ഒരു 6-7-8 മാസത്തെ ക്ലാസ് കഴിയുമ്പോൾ അവർക്കൊരു 5-6 നോട്ട്ബുക്ക് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് തന്നെ ഉണ്ടാവും. അപ്പം ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സിലബസ് മനസ്സിലാക്കാതിരിക്കുമ്പം അടുത്തൊരു സ്റ്റെപ്പ് അവർ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഈ ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് കിട്ടുമെങ്കിലും ഈ ക്ലാസ്സും നോട്ട്സും ഇതെല്ലാം വച്ചിട്ട് ഇതിൻ്റെ ബേസിസിൽ നമ്മൾ MCQ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. എന്നിട്ട് ആ MCQവിന് ഒരു ബെറ്റർ സ്കോർ വരുമ്പോഴാണ് നമ്മളത് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളൊരു പ്രിപ്പയർഡായി എന്ന് നമ്മൾ ആ ഒരു സ്റ്റേജിലെത്തുന്നത്. സോ പലർക്കും എന്താണ് ഈ ക്ലാസ് കഴിഞ്ഞ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. ഇനി MCQ പ്രാക്ടീസിലോട്ട് വരുമ്പം ക്ലാസ്സിൻ്റെ സിലബസ് മനസ്സിലാവാതെ വരിക. ഒരു സബ്ജക്റ്റിന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5-6 നോട്ട്ബുക്ക് ഉണ്ടാവും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഈ 5 നോട്ട്ബുക്കൊന്നും നോക്കി മനസ്സിലാക്കാനുള്ളൊരു ഐഡിയ പലർക്കും ഉണ്ടാവില്ല. കുറേ ബേസിക്സ് ഉണ്ടാവും. ശരിക്കും അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും പലർക്കും മനസ്സിലാവാതെ, സിലബസ് മനസ്സിലാവാതെ ഇത് ഒരുപാടുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഈ കോഴ്സിനെ കൊണ്ട് പറ്റില്ലായിരിക്കും എന്ന് ആദ്യമേ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്ന കുറേ പേരുണ്ട്. ഇനി ഇത് ഹൈബ്രിഡ് പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ വർക്കും ചെയ്തുകൊണ്ടായിരിക്കും ഈ കോഴ്സ് കാണുക. പലർക്കും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറയുന്ന ആ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ അവരുടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഒന്നും കണ്ടു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ 1 ഇയർ കഴിയുമ്പോഴേക്കും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ത് ചെയ്യും, ഇവരുടെ ആക്സസ് എടുത്ത് കളയും. അപ്പോൾ ഇവരവിടെ സ്റ്റക്കായി. പിന്നെ അവർക്ക് ക്ലാസ് ഇല്ല, ഇവർക്ക് പഠിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് മുന്നോട്ടറിയാതെ, ഇനിയിപ്പോൾ ഇതിനൊരു വഴിയില്ല, കോച്ചിങ് ഇല്ലാതെ എന്നെ കൊണ്ട് ഇനി മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പലരും അവരവിടെ ആ ഒരു കോഴ്സ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത്. അതായത് ഇപ്പം CMA USനെ സംബന്ധിച്ച് നമുക്കൊരു എഡ്യൂകഫിയ എന്ന് പറഞ്ഞൊരു മലയാളം യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നമുക്ക് എല്ലാ ക്ലാസ്സസും കാണാം. സെക്ഷൻ ബൈ സെക്ഷൻ നമുക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് ആ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ക്ലാസ് ഡിപ്പെൻഡ് ചെയ്യാം. സോ ഈ ഒരു ഇൻഫർമേഷൻ പല സ്റ്റുഡൻസിനും അറിയില്ല. അപ്പോൾ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് ഈ ഹെൽപ്പ് വരാതെ വരുമ്പോൾ തന്നെ അവരുടെ പഠിത്തം ഇവിടെ വെച്ച് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഓക്കെ, ഒരു കൂട്ടം ആൾക്കാർ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഇതുപോലെ യൂട്യൂബ് ചാനൽസ് പലതും റെഫർ ചെയ്ത് അവരായിട്ട് ഒരു നോട്ട്സ് ക്രിയേറ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു ഷോർട്ട് നോട്ട്സ്. പക്ഷേ എന്നിട്ടും അവർ MCQ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാതെ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് പാതി വഴിയിൽ ഇട്ടിട്ട് പോകും. അതായത് ഇതെന്നെ കൊണ്ട് നടക്കുന്നില്ല, എനിക്ക് MCQ ചെയ്യുമ്പോൾ ഒരു നല്ല സ്കോർ കിട്ടുന്നില്ല, എൻ്റെ ഡൗട്ട്സ് എനിക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ എനിക്ക് സ്വന്തമായി എങ്ങനെ ക്ലിയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, മേ ബി അതായത് ഒരാഴ്ചയൊക്കെ ട്രൈ ചെയ്തിട്ട് ഇത് നടക്കുന്നില്ല എന്ന് വിചാരിച്ച് ഈ കോഴ്സ് പാതി വഴി ഇട്ടിട്ട് പോകുന്നതുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഏതൊരു കോഴ്സിലോട്ട് തിരിയുമ്പോഴും, പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് നമ്മൾ തിരിയുമ്പോൾ നമുക്കൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ വേണം. ആ സ്റ്റഡി പ്ലാൻ ഇല്ലെങ്കിൽ ഒരുപാട് സിലബസ് ഉള്ള ഒരു കോഴ്സ് കാണല്ലേ ഇതൊക്കെ. ഒരുവിധം എല്ലാ പ്രൊഫഷണൽ കോഴ്സും അങ്ങനെ ഒരുപാട് സിലബസ് ഉള്ളതാണ്. അപ്പം അതിന് നമ്മൾ എഫക്റ്റീവായിട്ടൊരു സ്റ്റഡി പ്ലാൻ നമ്മുടെ ഡെയിലി ലൈഫിനോട് ചേർന്ന് പോകുന്ന രീതിയിൽ നമ്മൾ ആ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളതിനെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമുക്ക് ആ കോഴ്സ് വളരെ ടഫായിട്ട് തോന്നിയിരിക്കാം. പക്ഷേ ആക്ച്വലി അത് ടഫാണോ? അല്ല. ആക്ച്വലി അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണോ? അല്ല. പക്ഷേ ഏതൊരു കാര്യത്തിനും ബെറ്റർ പ്ലാനിങ് ഉണ്ടെങ്കിലും, എസ്പെഷ്യലി പഠിക്കുന്ന കാര്യത്തിന്, മറ്റൊന്നും നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ച് പോകാറില്ല. പക്ഷേ പഠിക്കുന്ന കാര്യത്തിലുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്ററായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊരു കോഴ്സ്
കോഴ്സാണെങ്കിലും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ പ്ലാനിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കോഴ്സാണിത്. സോ ആ സെൽഫ് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സെൽഫ് സ്റ്റഡി പ്ലാനിൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കൂടാതെ ഇപ്പം എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു മാസം മുന്നേ ഉള്ള റിവിഷൻ പ്ലാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ 2 വീഡിയോ കാണുമ്പം എങ്ങനെ ആയിരിക്കണം ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ഇഷ്യൂ. അതായത് ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാതെ നോട്ട്സ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാതെ കുറേ കാലം ഇങ്ങനെ പോവും. അവസാനം ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞ് പാതി വഴിയിൽ ഇവർ തന്നെ ഇട്ടിട്ട് പോകും. പിന്നെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കവേ തന്നെ, അല്ലെങ്കിൽ ഈ കോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് രജിസ്ട്രേഷനൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സിന് അഡ്മിഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇവരെന്തിനാണ് ഈ കോഴ്സ് എടുത്തത്, അതിൻ്റെ പർപ്പസ് അങ്ങ് വിട്ടുപോകും. അല്ലെങ്കിൽ പല ഇൻഫർമേഷൻ വരുമ്പോൾ ഞാൻ ഇതല്ലായിരുന്നു എടുക്കേണ്ടിരുന്നത്, ഞാൻ വേറെ ഏതെങ്കിലും കോഴ്സാണ് എടുക്കേണ്ടിയിരുന്നത്, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ള ആ ഒരു റിയലൈസേഷൻ എന്നോ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നോ പറയാം. പലർക്കും അത് റിയലൈസേഷൻ ആവാം, പലർക്കും എന്താ അത് ഒരു തെറ്റിദ്ധാരണയാവാം അല്ലേ. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇവർ ഈ പാതി വഴിയിൽ ഈ കോഴ്സ് അങ്ങ് ഇട്ടിട്ട് പോകും. അവരാലോചിക്കുക, അറ്റ്ലീസ്റ്റ് ഞാനിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പേയ്മെൻ്റ് അല്ലേ കൊടുത്തുള്ളൂ, ഞാൻ എൻ്റെ എക്സാമിലോട്ടൊന്നും പോയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇവരെന്ത് ചെയ്യും, ഈ പാതി വഴിയിൽ ഇതിനെ വിടും. സോ നമ്മളൊരു കോഴ്സിലോട്ട് തിരിയുമ്പം നമ്മൾ ആ കോഴ്സ് എന്തിനാണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഫ്യൂച്ചറിലുണ്ടോ? ഇനി ഫ്യൂച്ചറിലോട്ട് പ്രയോജനം അത് മാറിയും തിരിഞ്ഞും പോയെന്നിരിക്കും. പക്ഷേ ഈ കോഴ്സ് നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, ഈ കോഴ്സിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ്, അതിലോട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കി വേണേൽ നിങ്ങൾക്ക് ആ കോഴ്സിലോട്ട് കയറാം. പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്, അതായത് ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ച്. ഇനി പഠിക്കുന്ന സ്റ്റുഡൻസാണ്, അവർക്ക് വേറെ ഫൈനാൻഷ്യൽ സപ്പോർട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അവർക്ക് ഈ കോഴ്സ് ചെയ്യണമെന്നുണ്ട്. ജസ്റ്റ് ബിക്കോസ് അവർ ഈ ഒരുപാട് ആഡ്സ് കണ്ടിട്ട് ഇതിലെന്തോ ഭാവിയുണ്ട് എന്ന് ഓർത്ത് പോകുന്നവരാണെങ്കിലും എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഒരു മാനേജ്മെൻറ്റ്, അതായത് നിങ്ങൾക്കൊരു ബാക്ക് സപ്പോർട്ട് ഇല്ല എന്നിരിക്കുവാണെങ്കിൽ നിങ്ങൾ ചാടി കയറി ഈ കോഴ്സിൽ ഒരു ലോണൊക്കെ എടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഡിഗ്രി പഠിക്കുക, നമ്മുടെ നാട്ടിൽ BCom BBA ഒക്കെ പഠിക്കുന്നവർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ നാട് വിട്ടൊന്ന് മൂവ് ചെയ്യാൻ നോക്കണം. കേരളത്തിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര സാലറിയൊക്കെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ബാംഗ്ലൂർ വരെയെങ്കിലും പോകണം, നിങ്ങൾ മൂവ് ചെയ്യണം, നിങ്ങൾ എറണാകുളം വരെയെങ്കിലും പോകണം അല്ലേ. ഒന്ന് മൂവ് ചെയ്യുക, എന്നിട്ട് നല്ല ജോലിക്ക് കയറുക. ആ ജോലിക്ക് കയറിയിട്ട് ആ ജോലിയെ സംബന്ധമായ എന്ത് കോഴ്സാണ് ഞാൻ എടുക്കേണ്ടതെന്ന് റിസർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു കോഴ്സിലോട്ടും നിങ്ങൾക്ക് വരാം. അങ്ങനെ വരുമ്പം നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടൊരു പർപ്പസ് ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും, എന്തിനാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അല്ല ഈ പറഞ്ഞോട്ട് സ്റ്റുഡൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് ആ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനൊരു മോട്ടിവേഷനും വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ സബ്ജക്റ്റിനോടൊരു ഇൻട്രസ്റ്റ് വരണം. അത് പഠിക്കാൻ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പാതി വഴി ലോസ്റ്റ് ആയി പോകും. പിന്നെ നിങ്ങൾക്കിത് വേണോ വേണ്ടേ എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോകും. പലരും പറയുന്ന ഇൻഫർമേഷൻ സാലറി കുറവാണ്, അതാണ് ഇതാണ്, ഇതിൽ വലിയ ബെറ്റർ ഒന്നുമില്ല, ജസ്റ്റ് എ കോഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ വരുമ്പോൾ നിങ്ങൾ മിസ്ലീഡായി പോകും. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്കിൽ ഒരു CMA US പഠിച്ച ഒരാൾക്കുള്ള ജോബ് സ്റ്റാർട്ടിങ് സാലറി എന്തൊക്കെയാണ്, അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ അതൊന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ആസ് എ സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് അവർ മാറിപ്പോകുന്നത്, ആസ് എ പ്രൊഫഷണൽ എങ്ങനെയാണ് നിങ്ങളത് ഡിസൈഡ് ചെയ്യേണ്ടത്. സോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ കോഴ്സ് പാതി വഴിയിൽ ഇട്ടിട്ട് പോവില്ല. ഓക്കെ, ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ആൾക്കാർ വളരെ കാര്യത്തോടെ കോഴ്സ് പഠിക്കും, അവർ MCQ പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, വിത്തിൻ ഒരു 1 or 2 months ഒരുപാട് പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ തന്നെ ഇവരെന്ത് ചെയ്യും, ചാടിക്കയറി എക്സാം അറ്റൻഡ് ചെയ്യും. എക്സാം അറ്റൻഡ് ചെയ്യുമ്പം ഇവരത് പാസ്സായില്ല എന്ന് വരും. ഇപ്പോൾ പുറമേ ആൾക്കാർ പറയാം പാർട്ട് 1 ഈസിയാണ്, പാർട്ട് 2 ഭയങ്കര ടഫാണെന്ന്. ആ ഒരു ഇതിൽ ആൾക്കാർ എന്ത് ചെയ്യും, ആദ്യമായി പാർട്ട് 1 എക്സാം അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ പാസ്സായില്ല എന്ന് വരും. അപ്പോൾ ആലോചിക്കും, ഇല്ല ഞാൻ ചിലപ്പോൾ പാർട്ട് 2 ആയിരിക്കും എൻ്റെ എക്സ്പേർട്ട് ഏരിയ എന്ന് വിചാരിച്ചിട്ട് പാർട്ട് 2 അറ്റൻഡ് ചെയ്യും. ഈ 2 പാർട്ടും അറ്റൻഡ് ചെയ്യുന്ന മുന്നേ ബെറ്റർ പ്ലാനിങ്ങോ പഠിക്കേണ്ട രീതികളോ ഒന്നും നോക്കത്തില്ല. കയറി അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഇൻറ്റൻഷൻ കൊണ്ട് മാത്രം 2 അങ്ങ് അറ്റൻഡ് ചെയ്യും, 2 ക്ലിയർ ആവില്ല. അങ്ങനെ ഒന്നും ആവാതെ തന്നെ ഇതെന്നെ പറ്റിയുള്ളൂ, എനിക്ക് പറ്റിയ കോഴ്സല്ല, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് അതിൻ്റെ ഒരു റിട്ടേൺ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പാതി വഴിയിൽ ഇതിനെ ഇട്ടിട്ട് പോകും. ഇതിൻ്റെയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, നമ്മളെവിടെയൊക്കെയാണ് മിസ് ചെയ്യുന്നത്, നമ്മൾ ഏതൊക്കെ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയലാണോ റെഫർ ചെയ്തത്, നമ്മളപ്പോൾ ഏതെങ്കിലും പോർഷൻ വിട്ടുപോയിട്ടുണ്ടോ, വേറെ മെറ്റീരിയലിൻ്റെ MCQs നമ്മൾ നോക്കി, അങ്ങനെ കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. അത് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്ത് അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്തി
എന്താ പറയുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. അല്ലാതെ ചാടിക്കറി അവരും ഒക്കെ പറയുന്ന കേട്ട് ചെയ്ത് കഴിയുമ്പം എന്ത് സംഭവിക്കുക, നമുക്ക് ആ കോഴ്സ് ക്ലിയർ ആവാൻ പറ്റാത്തൊരു ബാലികേറാ മല പോലെയൊക്കെ തോന്നിയിട്ട് എന്ത് ചെയ്യും, പാതി വഴിയിൽ അതങ്ങ് ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയും കാണാറുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ ഈ കോഴ്സിനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അതായത് ഇറ്റ്സ് ജസ്റ്റ് 2 പേപ്പറല്ലേ ഉള്ളൂ, കുറേയൊക്കെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചതാണ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ പഠിച്ചതാണ്, ഇതിനെന്തിനാണ് ഇത്രയും പ്രാക്ടീസ്, എനിക്ക് ജസ്റ്റ് വായിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി, അല്ലറ ചില്ലറ കുറച്ച് MCQs അവിടെ നിന്ന് ഇവിടെ നിന്നും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഡയറക്റ്റ് എന്ത് ചെയ്യും, എക്സാം അറ്റൻഡ് ചെയ്യും. അപ്പോഴായിരിക്കും അതിൻ്റെ ടഫ് ലെവൽ മനസ്സിലാവുക. അങ്ങനെ വരുമ്പോൾ അത് പാതി വഴി ഇട്ടിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. അതായത് പിന്നെ അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല, അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ നടന്നത്. സോ ഇങ്ങനെയുള്ള എന്താ പറയുക, മുൻകൂറായിട്ട് നമ്മൾ കാര്യങ്ങളെ പ്രീജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് ഈ അവസ്ഥകളിലോട്ട് കടന്നു പോവുകയും അവർക്ക് ഒരുപാട് പൈസയ്ക്ക് നഷ്ടം വരികയും പിന്നെ അവർ ആലോചിക്കും ഇനിയും പൈസ കളയണ്ട എന്ന് വിചാരിച്ച് കോഴ്സ് പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നവരും ഉണ്ട്. പിന്നെ പലർക്കും ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കി കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റ് വന്നു. സെപ്റ്റംബർ 2025 തൊട്ട് CMA എക്സാമിൻ്റെ കോഴ്സിൻ്റെ കോസ്റ്റ് മൊത്തത്തിൽ കൂടിയിട്ടുണ്ട്, നല്ലോണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ റിവൈസ്ഡ് ഫീസ് സ്ട്രക്ചറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണേൽ പോയി കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്ക് പൈസയുടെ പ്രശ്നങ്ങളുകൊണ്ട് പാതി വഴി നിർത്തി പോകാറുണ്ട്. പിന്നെ ഇത് ഇത്രയും ആവശ്യമാണോ, ഈ കോഴ്സിന് ഇത്രയും പൈസ ഞാൻ മുടക്കണോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടും ഇട്ടിട്ട് പോകാറുണ്ട്. സോ ബേസിക്കലി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു കോഴ്സിന് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മണി ലോസ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാം. പിന്നെ ഒരു കോഴ്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ കരിയറിൽ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ആസ് എ സ്റ്റാർട്ടർ ആണെങ്കിൽ വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമൊന്നും ഈ പറഞ്ഞോട്ട് അത്രയും സാലറി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കിട്ടിയെന്ന് വരില്ല. അത് സ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റിലാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. സോ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാവും. അത് ജോബ് സ്റ്റാർട്ടിങ് സാലറി, CMA US പഠിച്ചവർക്കുള്ള സ്റ്റാർട്ടിങ് സാലറി, അതിനെപ്പറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂടുതൽ ഐഡിയ കിട്ടും. സോ അവർ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പം കോസ്റ്റും പാരലലി കൂടുന്നു എന്ന് കാണുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ കോഴ്സ് അങ്ങ് പാതി വഴിയിൽ ഇട്ടിട്ട് പോകും. സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് എന്താ പറയുക, വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഈ കോഴ്സ് പഠിക്കുന്നതല്ലേ. അപ്പോൾ അവർക്ക് വർക്കിലെ പ്രഷർ അത് മീറ്റ് ചെയ്യാൻ പറ്റാതെ അവർക്ക് കൂടുതൽ എന്താ പറയുക, പഠിക്കാനും ഉണ്ട്, ഒരു സൈഡിൽ കൂടെ ഒരു വർക്കും ഉണ്ട്, ഇതിലേത് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നറിയാതെ സ്റ്റക്കായി പോകുന്ന ഒരുപാട് പേരുണ്ട്. അവസാനം വേണ്ട, എൻ്റെ ഈ ക്വാളിഫിക്കേഷൻ മതി, എനിക്ക് ഇപ്പോൾ ഈ ഒരു വർക്ക് കമ്പനിയിൽ എനിക്കിത് മുന്നോട്ട് ഇത് പഠിക്കാൻ പറ്റില്ല, അങ്ങനെ ഇട്ടിട്ട് ഈ കോഴ്സ് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. സോ അവരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതായത് ഞാൻ എങ്ങനെയാണ് വർക്കിൻ്റെ കൂട്ടത്തിൽ ഈ CMA US എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചത്, അതെങ്ങനെയാണ് ഞാൻ മുന്നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി കണ്ടാൽ മനസ്സിലാവും. അപ്പം നമ്മുടെ ഏതൊരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്താലും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇമ്പ്രൂവ് ആവണം. അത് നടന്നില്ല എങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനി മാറേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അവിടെ സ്റ്റക്കാവും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഗ്രോ ചെയ്യാനൊന്നും പറ്റില്ല. സോ ഈ കമ്പനിയും അതായത് ഈ വർക്കും സ്റ്റഡീസും ബാലൻസ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി പോയിട്ട് പഠനം ഇതുപോലെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഫൈനലായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്രയൊക്കെ ഒരു നോട്ട്സ് ഉണ്ടെങ്കിലും എത്രയൊക്കെ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിലും അതിനൊരു കൺസിസ്റ്റൻസിയും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മോട്ടിവേഷനും നമുക്കില്ലെങ്കിൽ ഒബ്വിയസ്ലി എല്ലാ സ്റ്റുഡൻസും ഇത് വിട്ടിട്ട് പോകും. അപ്പം നമുക്ക് വെറുതെ കുറേ പ്ലാനും പ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളത് എന്ത് ചെയ്യുക, അത് പ്രാക്ടീസിൽ കൊണ്ടുവരിക. അതായത് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുക. അത് എക്സിക്യൂട്ട് ചെയ്യാതെ കുറേ പ്ലാനിങ് ചെയ്തിരുന്നിട്ട് വല്ല അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് അഥവാ ഒരു പ്ലാൻ ഇട്ടാൽ തന്നെ അത് ഡെയിലി ഫോളോ ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ടിലോട്ട് കിട്ടും വരെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? ഈ സംഭവം പലർക്കും നടക്കാറില്ല. അവർ പാതി വഴിയിൽ അവരുടെ മോട്ടിവേഷൻ പോകാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് കൺസിസ്റ്റൻസി ഇല്ലാതെ ഒടുവിൽ ഇത് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാതെ ഒരു 2-3 അറ്റംപ്റ്റിലോട്ട് പോയി കഴിയുമ്പം വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാനുള്ള പേടി കൊണ്ട് പാതി വഴിയിൽ ഇട്ടിട്ട് പോകാൻ കുറേ കുട്ടികൾ മുതിരാറുണ്ട്. അപ്പം അതും ഇതിൻ്റെ ഒരു കാരണമാണ്. സോ ഇൻ ടോട്ടൽ നിങ്ങൾക്ക് എന്തൊക്കെ മെയിൻ റീസൺസ് ആണ് ഈ സ്റ്റുഡൻസ് ഇങ്ങനെ CMA US വിട്ടിട്ട് പോകുന്നതെന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും ഏതൊരു കോഴ്സ് എടുക്കുന്നതിന് മുന്നേ, ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്, ഏതൊരു കോഴ്സ്, ഇപ്പോൾ CMA US എന്നല്ല, ഏതൊരു കോഴ്സ് എടുക്കുന്നതിന് മുന്നേയും നല്ലോണം റിസർച്ച് ചെയ്യുക. ഈ കോഴ്സ് കൊണ്ട് എനിക്ക് ഫ്യൂച്ചറിൽ ഗുണമുണ്ടോ എന്നതിലുപരി ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്കൊരു
ക്യൂരിയോസിറ്റി ഉണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ, അത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് ഫ്യൂച്ചറിൽ ഇമീഡിയറ്റ് സ്കോപ്പ് അതില്ലെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് കിട്ടിയ ലെസൺസ് നിങ്ങൾക്ക് ലൈഫിൽ പല രീതിയിൽ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഈ കോഴ്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടോ, പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. രണ്ടാമത് ഇതിനുള്ള സ്കോപ്പ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ സ്കോപ്പ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിലോട്ട് വരുമ്പോഴേ നമുക്ക് അതിൻ്റെ സ്കോപ്പ് വിസിബിൾ ആവുള്ളൂ. സ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഡിഗ്രി കഴിഞ്ഞ് ഈ CMA US ക്വാളിഫിക്കേഷൻ വെച്ച് കയറുവാണെങ്കിൽ പഠിച്ചതൊന്നും അല്ല അവിടെ പോയി ചെയ്യുന്നത്. ഓഡിറ്റിംഗ് ഈസ് ലൈക്ക് വെരി ഡിഫറെൻറ്റ് ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പം നിങ്ങൾ ശരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കേണ്ടിയിരുന്ന ക്വാളിഫിക്കേഷൻ CMA ആയിരിക്കണമെന്നില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ വരുമ്പം എന്താ നിങ്ങളവിടെ ഇത് ഞാൻ എടുക്കേണ്ടിയിരുന്നില്ല, ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആൾക്കാരോട് നിങ്ങൾ അങ്ങനെ ഒരു അഡ്വൈസ് കൊടുത്തതെന്നിരിക്കാം. സോ എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ കരിയറിൽ ഇന്നൊരു ഫീൽഡ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫീൽഡിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് കോഴ്സുകൾ എടുക്കുക, പഠിക്കുക. ഇനി മുൻകൂറായി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനോട് ജെന്യുവൻലി ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് മാത്രം ആ കോഴ്സ് എടുക്കുക, പഠിക്കുക. അല്ലാതെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറയുന്ന മാർക്കറ്റിംഗ് മാത്രം കണ്ടിട്ട് മിസ്ലീഡായി പോവാതിരിക്കുക. എത്രയൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും പലരും ഒരിടത്തും എത്താതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇതിനൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് എങ്ങനെ അപ്പിയർ ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന കമ്പനീസ്, ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഒരാളുടെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. അപ്പം അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ലൈഫിലൊരു പോയിന്റിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ എത്തേണ്ടടുത്ത് എത്തിയെന്നിരിക്കാം. സോ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ അഫക്റ്റഡ് ആണ്. സോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജെന്യുവലി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ കോഴ്സിലോട്ട് വരിക. പാതി വഴിയിലൊന്ന് ഇട്ടിട്ട് പോവാതിരിക്കുക. ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അതിനെ മുന്നോട്ട് നയിക്കുക. എത്രയൊക്കെ ഡീവിയേഷൻ വന്നാലും നമുക്കൊരു ഗോളുണ്ട്, അതിലോട്ട് നിങ്ങൾ എത്തി തന്നെ ചേരുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്, ബൈ.